മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കുന്നത് ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് നോക്കാം. ഏകദേശം ഓരോ ഏരിയന്ന് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ 1 hour കവർ ചെയ്യാം. ഓക്കെ, നിങ്ങള് ക്ലാസ് ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ അറിയാം. എങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതില് ഒന്നാമത്തത് വരുന്നത് നമ്മുടെ 2025 വയലാർ അവാർഡ് ജേതാവ് ആരാണെന്നുള്ളത്. സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് അറിയോ? തപോമയുടെ അച്ഛൻ. അപ്പൊ തപോമയുടെ അച്ഛൻ. അപ്പൊ അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തോളൂ. 2025 കറക്റ്റ് ആണ്. 2025 വയലാർ അവാർഡ് ജേതാവ് സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2025 അവാർഡ്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യൂ. യെസ്. അടുത്തത് 2025 വർഷത്തിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അടുത്ത ചോദ്യം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യൂട്ടോ. നിങ്ങൾ മൈക്ക് അഥവാ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മോതെ പൊളിക്കടിയ ബിരിയാണിയെ അമിനാമി എന്തത്? അമിനാമി ഒന്നും തപോമയുടെ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഒന്നും കൂടി പറയോ? ഏതാണ്? 2025 വർഷത്തിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കവി KG ശങ്കരപ്പിള്ള. മ്യൂട്ട് ചെയ്യൂ, ടീച്ചർ പറഞ്ഞുതരാം. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ടീച്ചർ പറയാതെ ശ്രദ്ധിച്ചിരിക്കുക. അത് എഴുതിയിരിക്കും. നിങ്ങളുടെ രക്ഷിതാക്കൾ അടുത്തുണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾ അവരോടൊന്ന് ഒപ്പം ഇരിക്കാൻ പറയാം കേട്ടോ. ഓക്കെ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ EP രാജഗോപാലൻ അദ്ദേഹത്തിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. 2026 വർഷത്തിന്റെ നമ്മുടെ ഈ അന്താരാഷ്ട്ര വർഷത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ? എന്താ പറയൂ? നമ്മുടെ കേട്ടില്ല. 2026 വർഷത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം എന്ത് എന്നാണ് ചോദ്യം. അന്താരാഷ്ട്ര സഹകരണ വർഷം 2026 മോളെ ചോദിച്ചേട്ടാ. നമ്മുടെ ഈ വർഷം 2026 2026 അന്താരാഷ്ട്ര വർഷത്തിന്റെ പ്രാധാന്യമാണ്
വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷമാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ എല്ലാവരും LSS എഴുതുന്ന വർഷം ഈ 2026 ശരി. അതാണ് പ്രാധാന്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം കേൾക്കൂട്ടോ. അടുത്ത ചോദ്യം, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നറിയോ? ജസ്റ്റിസ് സൂര്യകാന്ത്. വെരി ഗുഡ്, സൂര്യകാന്ത്. അതൊന്ന് അറിയാത്തവർ അല്ലെങ്കിൽ കിട്ടാത്തവർ അതൊന്ന് നോട്ട് ചെയ്തോളൂ, കാരണം ആനുകാലിക ചോദ്യങ്ങൾ വരും. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. എഴുതിയോ? നോട്ട് ചെയ്തു എല്ലാവരും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് LSS അല്ലെങ്കിൽ CM കിഡ്സ് എടുക്കുന്ന ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത നോക്കൂ, അടുത്ത പറയാൻ കേട്ടോ, ശ്രദ്ധിക്കാം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ഈ 2025 ആഘോഷിച്ചത് എന്നാണ്? 150-ാം വാർഷികം. ശ്രദ്ധിക്കാം, 150-ാം വാർഷികമാണ്. യെസ്, വെരി ഗുഡ്. അറിയാത്തവർ അതൊന്ന് നോട്ട് ചെയ്യണം. കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 150-ാം വാർഷികം. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ഇതിൽ വന്ന കാര്യങ്ങള്, നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷികളെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, പക്ഷികളിൽ നിന്ന് 20% മാർക്കിനുള്ളതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാന്നല്ലേ? ഓക്കെ, ശ്രദ്ധിക്കൂ കേട്ടോ. അടുത്തത്, ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കൂ. നമ്മുടെ ചരിത്രം വരുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം, പക്ഷികളെ കുറിച്ചിട്ടുള്ളത്, പിന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങള്. അപ്പൊ അതിൽ വരുന്നത് ഇനി അടുത്തത് കേരളത്തിന്റെ നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാന്നൊക്കെ നമുക്കറിയാം, ഇല്ലേ? കേരളത്തിന്റെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി, ഇതൊക്കെ നമുക്കറിയാം. ആരാ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി? അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദിക്കാണ്. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യും മക്കളെ, അതാണ് കേൾക്കാത്തത് കേട്ടോ. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കാം. അടുത്തത്, പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അറിയോ? ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവിടെ മക്കളെ, അതുകൊണ്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. നിങ്ങൾ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അറിയാത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് ഒരു ചാൻസ് കൊടുക്കും. നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അവർക്ക് എഴുതാനുള്ള
പോവാണ്. അപ്പൊ അവരതൊന്ന് എഴുതട്ടെ. ഓക്കെ. അപ്പൊ അടുത്തത്, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി. ഡോക്ടർ സാലിം അലി. ഓക്കെ, വെരി ഗുഡ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലി. അടുത്തത്, സലീം അലിയുടെ ആത്മകഥയുടെ പേര്. ഒരു കുരുവിയുടെ പതനം. സലീം അലിയുടെ ആത്മകഥ, ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം. അടുത്തത്, കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആര്? കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് KK നീലകണ്ഠൻ, ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് KK നീലകണ്ഠൻ, അല്ലെങ്കിൽ ഇന്ദുചൂടൻ എഴുതിയാലും മതി. ശരി, അടുത്തത് നോക്കൂ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് അടുത്ത ചോദ്യം. ദേശീയ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട്? അടുത്തത് ചോദ്യം, മ്യൂട്ട് ചെയ്യൂ മക്കളെ. ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടർ സലീം. അതാണ് ഉത്തരം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നോക്കൂ. അടുത്തത്, കേരള സർക്കാർ അവാർഡുകളുടെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ അവാർഡുകളുടെ ഒക്കെ വരാറുണ്ട്. അത് ശ്രദ്ധിക്കുക. ചൂടൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ളതല്ല. അടുത്തത്, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ മക്കളെ. അടുത്തത്, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം കേരള ജ്യോതി. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ്, കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? നമുക്കറിയാം, മലമുഴക്കി വേഴാമ്പൽ. അപ്പൊ അത് പക്ഷികളെ കുറിച്ചിട്ട് നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള വിവരങ്ങളും കൂടി അതുകൊണ്ടാണ് ഒന്നും കൂടി പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമായിരുന്നു. അടുത്തത് നോക്കൂ. അടുത്തത് ശ്രദ്ധിക്കൂ കേട്ടോ. നിങ്ങൾ മൈക്ക് ഇതേപോലെ നല്ല കുട്ടികളായിട്ട് മ്യൂട്ട് ചെയ്തിട്ടിരിക്കണേ. അപ്പോഴാണ് ടീച്ചർക്കും പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം സൗണ്ട് ഇല്ല മക്കളെ, അതുകൊണ്ടാണ് കേട്ടോ. ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം പറയട്ടെ എന്നാ. നിങ്ങൾക്ക് അറിയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സൈലന്റ് ആയിരിക്കും. കിട്ടാത്തവർക്ക് അവർ എഴുതാൻ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി നമ്മുടെ ഇന്ത്യനെ കുറിച്ചിട്ട്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണമൊക്കെ അറിയാമോ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ? 28. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി അംഗീകരിക്കപ്പെട്ടത് ഏതാണ്? ഗംഗാധോഷാണ്. ഇനി ശ്രദ്ധിക്കോ, ഗംഗാധോഷത്തിന്റെ ഓക്കെ. ഇനി അടുത്ത ഇനി നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ
ഒന്നും കേൾക്കാനില്ല. മൈക്ക് മ്യൂട്ട് ചെയ്യൂടാ, എന്നാലും കേൾക്കൂട്ടോ. ശ്രദ്ധിക്കാം. അടുത്തത് നമ്മുടെ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി വയനാട്. വെരി ഗുഡ്. വയനാട്. ഇനി അടുത്തത് നോക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ നദി, അതൊക്കെ നമുക്ക് അറിയുന്നതാ അല്ലെ? കേരളത്തിലെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ്. തുഞ്ചത്തെഴുത്തച്ഛൻ. നോക്കൂ. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കാം. ഇനി ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്രാവശ്യത്തെ GK അല്ലെങ്കിൽ നമ്മുടെ LSSCM കിഡ്സ് പരീക്ഷയ്ക്ക് കുറെ നമ്മൾ ഇതുവരെ പരിചയിച്ച പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരിക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മളിപ്പോ ഏകദേശം കേരളത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. എങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഓപ്ഷൻസ് വരും, അതില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളതൊക്കെ വരാം എന്നുള്ളതാണ് കേട്ടത് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായി തയ്യാറെടുത്ത് തന്നെ പരീക്ഷയ്ക്ക് പോകണം. അത് ഏത് വിഷയം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും നല്ല ശ്രദ്ധിച്ച് തന്നെ അതിന്റെ ആൻസർ ചെയ്യുക. നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അതിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഉത്തരം അറിയാം, പക്ഷെ അവര് നമ്മോട് ചോദിക്കുന്ന രീതി ഒന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം കിട്ടിയാൽ അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അതായത് ഒരു ചോദ്യം വന്നാ പറയൂ. കൊണ്ടുപോകണം. ഈ ചോദ്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അയക്കണോ? ഞാൻ എന്തായാലും നമ്മുടെ ടീച്ചേഴ്സ് ഇതിലുണ്ട്. ആ ടീച്ചേഴ്സിലേക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക് മാക്സിമം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ അവരുടെ എത്തിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ഭാഗത്തുനിന്നാണ് പഠിക്കുന്നത്, ഏത് ഭാഗമാണോ കവർ ചെയ്യുന്നത് ആ ഭാഗത്ത് തിരിച്ചു മറിച്ചുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ചു പോവാം. കാരണം നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്രാവശ്യം ഉണ്ടാവുക എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കി വെക്കാം. നിങ്ങൾ നല്ല കൂടായിട്ട് സൈലന്റ് ആയിട്ട് അടുത്തേക്ക് പോവാണ്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ വരുന്നത് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് നേർവഴി കാട്ടിയായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയുടെ പേര്. അടുത്തത് നോക്കുക. ശരിയാണ്. അടുത്തത് നമ്മുടെ ശുഭാംശു ശുക്ലനെയൊക്കെ അറിയാലോ. ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? ശുഭാംശു ശുക്ലയെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് ആക്സിയം 4. ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ മക്കളെ. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യൂ. ചോദ്യം ഒന്നുകൂടി പറയാണ്. ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യത്തിന്റെ പേര് ആക്സിയം 4. ഇനി ഇതൊക്കെ നമുക്ക് ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. പ്രസക്തിന്റെ നമുക്കറിയാം. ഇത്തരം ചോദ്യങ്ങൾ നമുക്കറിയുമെങ്കിൽ കൂടിയും അവര് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ
ചിലപ്പോ ഇടും. ഓക്കെ, അപ്പൊ ആ രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചോണ്ട് പോവാം. ഇനി അടുത്തത് നമ്മുടെ ഒന്നും പറയൂ കേൾക്കാനില്ല. മക്കളെ. അതെന്താണെന്നറിയോ? മറ്റുള്ളവർ ടീച്ചർക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട്. മറ്റുള്ളവർ എല്ലാവരും കൂടി മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാത്തത്. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചേ പറ്റൂടാ, അതാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം. 2028 ഒളിമ്പിക്സിന് അമേരിക്ക. ചെയ്താൽ മതി, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക. അടുത്തത് നോക്കൂ. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക. അമേരിക്ക. വനിതാ ലോക ചെസ് കപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വനിതാ ചെസ് ലോക കപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദിവ്യ ദേശ്മുഖ് ആണ് വനിതാ. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ വർത്തമാനം പറയുകൊണ്ടാണ് കേൾക്കാത്തത്. വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ്. ഒന്നും കൂടി പറയാം. വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. എല്ലാവരും ഇതേപോലെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, എന്നാലാണ് ടീച്ചർക്കും പറയാൻ പറ്റുള്ളൂ. നമ്മള് എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? നമ്മൾ സ്കൂളിലൊക്കെ ഒരു പ്രതിജ്ഞ പറയും അല്ലെ? ആരാ? MT വാസുദേവൻ നായരാണ് എഴുതിയത്. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായർ. അടുത്തത് ശ്രദ്ധിക്കോ. നമ്മുടെ ഇപ്പൊ പറഞ്ഞ ചോദ്യം ഒന്നും കൂടി പറയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായ എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ് എന്ന് എഴുതിയത് ആര് എന്നാണ്? MT വാസുദേവൻ നായർ. അടുത്തത് ശ്രദ്ധിക്കാം. കേൾക്കാനില്ല. മക്കളെ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഇങ്ങോട്ട് പറയാനുള്ളൂ. നമ്മുടെ ശ്രദ്ധിക്കൂട്ടോ. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നമ്മൾ എല്ലാ വർഷവും ചൊല്ലുന്നതാണ് സ്കൂളില് അല്ലെ? എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതിജ്ഞ നമ്മൾ ചൊല്ലാറുണ്ട്. ഇത് ആരെഴുതിയതാണെന്നാ? MT വാസുദേവൻ നായർ. ഇനി അടുത്ത ചോദ്യം. യെസ്, ശ്രദ്ധിയ. ഇനി അടുത്ത നോക്കാം. MT വാസുദേവൻ നായർ. ഇനി അടുത്ത ചോദ്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര്? RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. എഴുതിയെടുക്കൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ പറയോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മലയാളത്തിൽ തന്നെ ഇടമുടിയെ പറയുന്നത് കേട്ടോ. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്ത ചോദ്യം. സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര.
അടുത്ത ചോദ്യം, നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ കായികമേളൊക്കെ നടന്നു അല്ലെ? അത് ചോദ്യം ശ്രദ്ധിക്കുക. 67ാമത് കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു? തങ്കുമുയല്. 67ാമത് തങ്കു എന്ന മുയല്. ഒന്നുകൂടി ശ്രദ്ധിക്കും, ചോദ്യം ഒന്നുകൂടി പറയാണ്. 67ാമത് കേരള സ്കൂൾ 67ാമത് കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു? തങ്കുമുയൽ. ഓക്കെ, അറിയാത്തവരൊന്ന് എഴുതിയെടുക്കട്ടെ. അറിയാത്തവരൊന്ന് എഴുതിയെടുക്കട്ടെ. ഇനി കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ വരുന്ന ഒരു ചോദ്യം കൂടി. കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണോ ആര് വേഴാമ്പൽ പറഞ്ഞത്? മാറ്റിയത് ബുദ്ധമയൂരി. കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. ഇനി അടുത്തത്, അടുത്തത് 2025 ലോക ഭക്ഷ്യദിന പ്രമേയം എന്തായിരുന്നു? 2025 ലോക ഭക്ഷ്യദിന പ്രമേയം എന്തായിരുന്നു? ഉത്തരം പറയാണ്. മികച്ച ഭക്ഷണത്തിന്. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, 2025 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം, അതിനൊരു തീം ഉണ്ടാവും, ഒരു പ്രധാനമായിട്ടൊരു പ്രമേയം അവിടെ ഉണ്ട്. അതാണ് ഓരോ വർഷത്തെയും ഭക്ഷ്യദിനത്തിന്. അപ്പൊ 2025 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മികച്ച ഭക്ഷണത്തിനും മികച്ച ഭാവിക്കും മികച്ച ഭാവിക്കും വേണ്ടി കൈകോർക്കുക. മികച്ച ഭക്ഷണത്തിനും മികച്ച ഭാവിക്കും വേണ്ടി കൈകോർക്കുക എന്നതായിരുന്നു 2025 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം. നമ്മളിപ്പോ പറഞ്ഞു 2025 വയലാർ അവാർഡിന് ആർക്കാ കിട്ടിയത് നമ്മൾ പറഞ്ഞു അല്ലെ? ആ ഒരു ചോദ്യം നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. കഴിഞ്ഞതോ? ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. ഓക്കെ, 2025 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയല്ലേ ചോദിച്ചത് നമ്മള്? മികച്ച ഭക്ഷണത്തിനും മികച്ച ഭാവിക്കും വേണ്ടി കൈകോർക്കുക. മികച്ച ഭക്ഷണത്തിനും മികച്ച ഭാവിക്കും വേണ്ടി കൈകോർക്കുക എന്നതായിരുന്നു 2025 ലോക ഭക്ഷ്യദിന പ്രമേയം. ഈ ഒരു ചോദ്യം നമുക്കറിയുന്ന ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കൂ. 2025 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത് എന്നാണ്. അപ്പൊ നമ്മൾ പഠിക്കുക ഒരു അവാർഡ്. യെസ്, തപോമയുടെ അച്ഛൻ. നമ്മൾ പഠിച്ചു 2025 വയലാർ അവാർഡ് ആർക്ക് കിട്ടി എന്നുള്ളത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ 2025 വയലാർ അവാർഡ് ആർക്ക് കിട്ടി, അത് ഏത് കൃതിക്ക് കിട്ടി എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ അത് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ നോക്കിയതാണ്. ഇനി അത് വിടാം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കേട്ടോ, ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യം. അതൊക്കെ നമുക്ക് തപോമയുടെ അച്ഛൻ അതെഴുതിയില്ലേ? അത് നമ്മൾ പറഞ്ഞതാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യൻ വനിതാ താരങ്ങളിൽ അതിവേഗ സെഞ്ചുറി നേടിയത് ആര്? വനിതാ ക്രിക്കറ്റിലാണ് കേട്ടോ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ താരങ്ങളിൽ അതിവേഗ സെഞ്ചുറി നേടിയത് സ്മൃതി മന്ദാന എന്ന് പറയുന്ന ക്രിക്കറ്ററെ. ശ്രദ്ധിക്കുക. സ്മൃതി മന്ദാന അറിയാം. ശ്രദ്ധിക്കൂ.
അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ താരങ്ങളിൽ അതിവേഗ സെഞ്ചുറി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ താരങ്ങളിൽ ഇന്ത്യയിലത്തെയാണ് കേട്ടോ ചോദിച്ചത്. ഇന്ത്യൻ വനിതാ താരങ്ങളിൽ അതിവേഗ സെഞ്ചുറി നേടിയത് ആര് എന്നാണ് ചോദ്യം. സ്മൃതി മന്ദാന. അതൊന്ന് പറയോ? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ താരങ്ങളിൽ അതിവേഗ സെഞ്ചുറി നേടിയത് സ്മൃതി മന്ദാന. സമയം കളയാനില്ല. ചോദ്യത്തിനായിട്ട് ഈ സമയം പോകുമ്പോ നമ്മുടെ സമയം പോകുമ്പോൾ ഒരു മണിക്കൂർ. അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കൂട്ടാ. ശ്രദ്ധിക്ക. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ കേരളത്തിന്റെ വിവരങ്ങളിലാണ് കേരളവുമായി ബന്ധപ്പെട്ട ആനുകാല പ്രസക്തിയുള്ളത് കേട്ടോ. ഹരിത കേരളം പദ്ധതിയുടെ സമയം ആവാറായി. ശ്രദ്ധിക്കും. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ് ആണ് കേട്ടോ. ശ്രദ്ധിക്കാം. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഹരിത കേരളം പദ്ധതി ഉണ്ട്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് നമ്മുടെ ഡോക്ടർ KJ യേശുദാസ്. അതൊന്ന് നോട്ട് ചെയ്യൂ. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിന് എത്തിക്കാനുള്ളത് ഞാൻ ചെയ്യാം. പറയോ ചോദ്യം? ഇതൊക്കെ എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കുക? സിമ്പിൾ ആയിട്ടോ? എടാ ഉണ്ണിയെ, എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം? നമ്മളൊരു ചോദ്യം ഒരു ഭാഗം പഠിക്കും. അവിടുന്ന് ഏതൊക്കെ രീതിയിൽ ചിലപ്പോൾ ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ ചോദ്യങ്ങൾ പലതരത്തിലും വരും നമ്മളതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒരു ഭാഗം പഠിക്കുമ്പോൾ അവിടുന്ന് മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മൾ തന്നെ നമ്മോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമുക്ക് ഒരു ഭാഗം പഠിക്കുകയാണെങ്കിൽ അതിന് വൺ വേർഡ് ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും, ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾ ആ രീതിയിലേക്ക്, നിങ്ങളുടെ ടീച്ചേഴ്സ് ആ രീതിക്ക് തന്നെ ആയിരിക്കും തരുന്നുണ്ടാവുക കേട്ടോ. ശ്രദ്ധിക്കോ? ശ്രദ്ധിച്ചോളൂ കേട്ടാ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഇനി നമ്മുടെ അടുത്ത ചോദ്യം, സ്കൂളിൽ ഏത് നമ്മുടെ നിങ്ങൾ ആരൊക്കെയോ മൈക്ക് പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർമാര് കൊറേ ടീച്ചർമാര് എല്ലാവരും മൈക്ക് ഓക്കെ. സാധ്യത ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും കൂടി മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ടീച്ചർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. കേട്ടല്ലോ? ഇനി അടുത്ത ചോദ്യം ചോദിക്കാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അറിയാലോ? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാ? കേരളത്തിലാണ് കേട്ടോ. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ വരുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി. അതിരപ്പിള്ളിയാണ്. ശ്രദ്ധിക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി. അടുത്ത ചോദ്യം, ചോദിക്കുകയാണ്. നമ്മുടെ പക്ഷിക്കൂടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷിക്കൂടുകള്. ഈ പക്ഷിക്കൂടുകളുടെ ശാസ്ത്രീയ പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
വെരി ഗുഡ്. മൈക്ക് ചെയ്ത് വിടും. മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാതെ ഉത്തരങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടും. മെസ്സേജ് ആയിട്ട് വിട്ടാൽ മതി കേട്ടോ. പക്ഷിക്കൂടുകളുടെ ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് കാലിയോളജി എന്ന പേരില്. അറിയാത്തവരൊന്ന് എഴുതിയെടുക്കൂ. പക്ഷിക്കൂടുകളുടെ പഠനം, ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് കാലിയോളജി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഒരു ചോദ്യം കൂടി. പക്ഷി ലോകത്തെ പോലീസ് എന്നറിയപ്പെടുന്ന പക്ഷി മതി. അടുത്ത ചോദ്യം. ദേശീയ പക്ഷി മയിലാണെന്ന് നമുക്കറിയാം. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ച വർഷം ഏത്? ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ഏത്? 1963. 63. യെസ്, ശ്രദ്ധിക്കും. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് 1963. അടുത്ത ചോദ്യം. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത്? ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ സാലിം അലി. ശ്രദ്ധിക്കേട്ടാ. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത് സാലിം അലി. ഡോക്ടർ സലീം. ഓക്കെ, അപ്പൊ നമ്മള് ഏത് ചോദ്യാ? ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ സാലിം അലി. ട്രാവൻകൂർ. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പക്ഷിക്കൂടുകളെ കുറിച്ചിട്ടുള്ള പഠനം അല്ലെ? പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം പേരിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു. ഏത് പേരിലാ? കാലിയോളജി എന്ന് പറഞ്ഞു. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാ? പക്ഷികളെ കുറിച്ചുള്ളത് ഓർണിത്തോളജി. എഴുതിയെടുക്കുക കേട്ടാ. ടീച്ചറെ ചോദ്യം ഒരു വട്ടം കൂടി പറയോ? ഓ, പക്ഷികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പക്ഷികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓർണിത്തോളജി. ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? യെസ്. അടുത്ത ചോദ്യം. നമ്മുടെ ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്ത്. ഡോക്ടർ സാലിം സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട്, എറണാകുളത്ത്. ഇനി ഒരു ചോദ്യം. അടുത്തത്. ഇത് നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ്? ലോക് ഭവൻ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചോദ്യം ശ്രദ്ധിക്കണം. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. ചോദ്യം കൂടി പറയാണ്, ശ്രദ്ധിക്കും. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം ലോക് ഭവൻ. ഇനി അടുത്ത ചോദ്യം. ഒന്നും കൂടി പറയാൻ ശ്രദ്ധിക്കേട്ടോ. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പഴയ പേര് അത് രാജ്ഭവൻ, ഇപ്പൊ പുതിയ പേര് എന്തെന്നാണ്? ലോക് ഭവൻ.
അടുത്ത ചോദ്യമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അറിയില്ലേ? പെരിയാർ വന്യജീവി സങ്കേതം. ശ്രദ്ധിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് എന്നാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഉത്തരാണ്. ശ്രദ്ധിക്കുക. പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽ കാടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? മംഗളവനം. ശ്രദ്ധിക്കുക. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മൈക്ക് മ്യൂട്ട് ചെയ്യോ? കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കണ്ടൽ വനങ്ങളില് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത്? ഉത്തരം മംഗളവനം. ശ്രദ്ധിച്ചോളൂ. അടുത്തത് പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി. പറക്കും കുറുക്കൻ. വവ്വാൽ. അടുത്തത് മൈക്ക് മ്യൂട്ട് ചെയ്യൂടാ മക്കളെ. എന്തെങ്കിലും എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ടീച്ചർ പറയണത് കേൾക്കണില്ലേ? മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ടീച്ചർ എങ്ങനെ മെസ്സേജ് ചെയ്യാ? ഞാനത് ടീച്ചേഴ്സിന് എത്തിക്കാം. അതൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാട്ടാ. നമ്മൾ പറഞ്ഞത് കേരളത്തിലെ നമ്മുടെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം അത് കഴിഞ്ഞു. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി വവ്വാല്, അതും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് കേൾക്കൂ. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന പക്ഷി ഏത്? ശ്രദ്ധിക്കുക, ചോദ്യം മാറിപ്പോയിട്ടുണ്ട്. നോക്കൂ, വിജ്ഞാനത്തിന്റെ, നമ്മൾ അതൊന്ന് പോന്നു കേട്ടോ. പറക്കും കുറുക്കനാണ് വവ്വാല്. അടുത്തത് ശ്രദ്ധിക്കുക, വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന പക്ഷി. എഴുതും. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നത് മൂങ്ങ. ഓക്കെ, ശ്രദ്ധിക്കൂ. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന പക്ഷി മൂങ്ങ. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന പക്ഷി. നമുക്ക് സമയം ഏകദേശം അടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം ദേശാടന ദേശാടന പക്ഷികളുടെ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഒന്ന് മ്യൂട്ട് ചെയ്യും എല്ലാവരും. ചോദ്യം ഒന്നും പറയാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്?
കടലുണ്ടി. കടലുണ്ടി. ഉത്തരം കടലുണ്ടി. ആരോ അവിടെ തട്ടേക്കാട് എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കട്ടോ മക്കളെ. കടലുണ്ടി. കടലുണ്ടി. ഓക്കെ ടീച്ചർ. ഇനി അടുത്ത ചോദ്യം. ഇത് കഴിഞ്ഞുണ്ടാവും വിചാരിക്കണം കേട്ടോ എല്ലാവരുടെയും. ഇനി അടുത്തത് നോക്കൂ. നമ്മുടെ ബേപ്പൂര് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ആരെന്നെ ഓർമ്മ വരിക? ബേപ്പൂരിൽ ഒരാളുണ്ട് അല്ലെ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതൊക്കെ നമുക്കറിയാം. ആരായിരുന്നു? അപ്പൊ നോക്കൂ, അദ്ദേഹത്തിന് വേണ്ടി ബേപ്പൂരിലെ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശ്രദ്ധിക്കോ, ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം. ഉത്തരം ശരിയാണ് കേട്ടോ. അവിടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യും മൈക്ക്. ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആകാശ മിഠായി. ഓക്കെ, ഇനി അടുത്തത്. ഇനി അടുത്ത ചോദ്യം. നമ്മുടെ കേരളത്തിന് സമാന്തരമായി കിടക്കുന്ന ഒരു പർവ്വതനിര ഉണ്ട്, അതറിയോ? കേരളത്തിന് പശ്ചിമഘട്ടം. ഓക്കെ, കേരളത്തിന് സമാന്തരമായി കിടക്കുന്ന കേരളത്തിന് സമാന്തരമായി കിടക്കുന്ന പർവ്വതനിര. കേരളത്തിന്. ഓക്കെ, ഉത്തരം കേരളത്തിന് സമാന്തരമായി കിടക്കുന്ന പർവ്വതനിരയാണ് ഏതായിരുന്നു? പശ്ചിമഘട്ടം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇനി നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഇപ്പൊ നമ്മൾ പക്ഷികളുടെ പറഞ്ഞു, കുറെ ആനുകാലിക പ്രസക്തി ഉള്ളത് പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ കുറച്ച് കവർ ചെയ്യാൻ ബാക്കിയുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം നമുക്ക് നോക്കാം, സമയമാണ്. അടുത്ത നോക്കൂ, കേരളത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് മണ്ണിനമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഓക്കെ, ശ്രദ്ധിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. നമ്മുടെ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാ? കേരളത്തിലെ ആദ്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യ ബാങ്ക്. കേരളത്തിലെ ഇതാരത് കുറെ നേരമായാലുള്ള നീ ചോദിക്കുന്നു. കേരളത്തിലെ ആദ്യ ബാങ്ക് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നെടുങ്ങാടി ബാങ്ക്. കഴിഞ്ഞോ? ഇനി അടുത്ത ശ്രദ്ധിക്കൂ. 8 മണിയായി. നെടുങ്ങാടി ബാങ്ക് കേട്ടോ. നെടുങ്ങാടി ബാങ്ക് എഴുതിയോ? 8 മണിയായി.
8 മണിയായി. ആ, എഴുതി. ആരാണ് എത്ര കറക്റ്റ് ആയിട്ട് സമയം നോക്കിയിരുന്ന ആള്? ഇത്ര നന്നായിട്ട് സമയം നോക്കിയിരുന്ന ആൾ ആരായിരുന്നു? ഓക്കെ, നോക്കൂ, കറക്റ്റ് 8 മണി. നമ്മൾ തുടങ്ങാൻ ലേറ്റ് ആയില്ലേ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നമ്മുടെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. 2025 സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച 2025 സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 2025 സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചതെന്നാണ് ചോദ്യം. ഉത്തരം പറയാണ്. ചോദ്യം ഒന്നും കൂടി പറയട്ടെ. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നാണ്. മരിയ കൊറീന. ഉത്തരം എഴുതൂ. മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോ എന്ന ഇവര് വെനസ്വേലയിലാണ്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. 2025 സമാധാനത്തിന് നൊബേൽ സമ്മാനം ആർക്ക് കിട്ടി എന്നുള്ളതാണ്. മരിയ കൊറീന മച്ചാഡോ. മച്ചാഡോ. ഓക്കെ, ഇനി അടുത്ത നോക്കൂട്ടാ. നമ്മുടെ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്നറിയോ? സുഗന്ധവ്യഞ്ജനത്തിന്റെ ഇടുക്കി. സുഗന്ധവ്യഞ്ജനത്തിന്റെ കലവറ അറിയാത്തവരതൊന്ന് നോട്ട് ചെയ്യാട്ടാ. അറിയാത്തവരതൊന്ന് നോട്ട് ചെയ്യൂ. ഓക്കെ, നമ്മുടെ സുഗന്ധവ്യഞ്ജനത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. സുഗന്ധവ്യഞ്ജനത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. നമ്മൾ പറഞ്ഞു പക്ഷിപ്പനിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷിപ്പനി പരത്തുന്ന വൈറസ് ഏതാണ്? നമ്മൾ കുറെ പക്ഷികളെ കുറിച്ച് പഠിച്ചു. പക്ഷിപ്പനി പരത്തുന്ന വൈറസ് H5N1. പക്ഷിപ്പനി പരത്തുന്ന വൈറസ് H5N1. ഡെങ്കിപ്പനി. പക്ഷിപ്പനി പരത്തുന്ന വൈറസ് ഉത്തരം H5N1. ഇനി അടുത്തത് പക്ഷിപ്പനി പരത്തുന്നത്. പക്ഷിപ്പനി പരത്തുന്ന വൈറസ് പക്ഷിപ്പനി പരത്തുന്ന വൈറസ് H5N1. പക്ഷിപ്പനി പരത്തുന്ന H5N1. ഓക്കെ, ഉത്തരം അറിയോ? H5N1. അടുത്തത് സമാധാനത്തിന്റെ പ്രതീകം ഏത്? സമാധാനത്തിന്റെ പ്രതീകം പ്രാവ്. എല്ലാ പ്രാവും ഉണ്ടോ? ഏത് പ്രാവ സമാധാനത്തിന്റെ പ്രതീകം? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. കഴുത്ത് പൂർണ്ണമായും പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന ഒരു പക്ഷിയുണ്ട്. ഏതാണ്? കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ അപ്പൊ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യട്ടെ. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യട്ടെ കേട്ടോ. അടുത്തത് ടീച്ചർ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാ.
കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന മൂങ്ങ. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ. ടീച്ചർ ഞങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നു ഞങ്ങളുടെ. വെരി ഗുഡ്, നല്ല കുട്ടി ഇതാ. അപ്പൊ അറിയാലേ, നല്ല കുട്ടി. ഇനി ഒരു ചോദ്യം, നമുക്കൊക്കെ അറിയുന്ന ഒരു പാട്ടുണ്ട്. കാക്കേ കാക്കേ കൂടെയുടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഈ പാട്ടൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇത് ആരെഴുതിയ വരികളാണെന്നറിയോ? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഓക്കെ, വെരി ഗുഡ്. അറിയാത്തവർക്ക് ഒന്ന് നോട്ട് ചെയ്യാൻ സമയം കൊടുക്കുക കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അടുത്ത ചോദ്യം, നമ്മുടെ കേരളത്തില് മലകളില്ലാത്തൊരു ജില്ല ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മലകളില്ലാത്ത ആലപ്പുഴ. വെരി ഗുഡ്. കേരളത്തിൽ മലകൾ ഇല്ലാത്ത ജില്ല ആലപ്പുഴ. ഓക്കെ, അറിയാത്തവരൊന്ന് എഴുതിയെടുക്കട്ടെ കേട്ടോ. കേരളത്തിൽ മലകൾ ഇല്ലാത്ത ജില്ല. ടീച്ചർ എത്ര മണിക്ക് കഴിയാ? സാജിദ ടീച്ചറെ ഇതിന് ഉത്തരം കൊടുക്കൂ. ടീച്ചർ എപ്പോഴാണ് കഴിയുക? സാജിദ ടീച്ചർ പറയും കേട്ടോ. എനിക്ക് എന്തായാലും ഇതിന് ഉത്തരങ്ങൾ ഇത് കുറച്ചും കൂടി എടുക്കാനുണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യാ? സമയം വൈകിയോ നിങ്ങൾക്കൊക്കെ? കുറെ പേര് പോയിട്ടുണ്ട് അല്ലേ? സാജിദ ടീച്ചർ, ഞാൻ സാജിദ ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ് നമുക്ക് സാജിദ ടീച്ചറോട് ചോദിക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. സാറേ, സാജിദ ടീച്ചർ ലെഫ്റ്റ് ആയോ? വിശക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. സാജിദ ടീച്ചർ, സാജിദ ടീച്ചർ പോയോ? ലെഫ്റ്റ് ആയി തോന്നുന്നു. എവിടെയാ കുട്ടി? അതെ, എപ്പോഴാ ചോദിക്കണു? ഇല്ല, നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ പറയാനെങ്കിൽ ഇപ്പൊ ടൈം, കുട്ടികൾ വിശക്കണു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതിൽ ടൈപ്പിംഗ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. അവർക്കാണ് ഞാൻ റെഡിയാണ്, ഞാൻ വില്ലങ്ങാണ്. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ മക്കളെ. അടുത്ത നോക്കൂ. ഞാൻ റെഡിയാണ്. ഓക്കെ, ഞാനും റെഡിയാണ് മക്കളെ. അപ്പൊ നോക്കാം. ഓക്കേടാ പൊന്നു. ഓക്കെ, നല്ല കുട്ടികള്. അപ്പൊ നമുക്ക് നോക്കാം അടുത്തത്. ഇനി ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ റെഡി, നിങ്ങൾ റെഡി. ശരി, നമുക്ക് നോക്കിയോക്കാം അടുത്തത് കേട്ടോ. ഇനി ബുക്ക് തരുമോ? എന്റെ ബുക്ക് ഒന്ന് തരുമോ? എഴുതാൻ പേജില്ല. നമ്മുടെ ലോക ദിനമായിട്ട് UN കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മുടെ UNO ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഉണ്ട്. അത് എന്നാണ് ചോദ്യം. ലോക ഭിന്നശേഷി ദിനം എന്ന്? ഡിസംബർ 3. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യൂ. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. ശരി. ഇനി അടുത്തത്, ടീച്ചർ ക്വസ്റ്റ്യൻ പറയോ? ലോക ഭിന്നശേഷി ദിനം. ലോക ഭിന്നശേഷി ദിനം. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്ന്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഓക്കെ, എന്ത് ദിനമാണ് ടീച്ചർ?
അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. ഇനി അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. കേരള മന്ത്രിസഭയുമായിട്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിന്റെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം MB രാജേഷ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ആ ഓക്കെ. ചോദ്യം വായിക്കണോ? കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ കേക്കല്ലേ? കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. അടുത്തത്, കേരളത്തിലെ ലൈഫ് പദ്ധതി ഏത് മേഖലയിലെ വികസനമാണ് ലക്ഷ്യമിടുന്നത്? ലൈഫ് മിഷൻ പദ്ധതി പാർപ്പിടം. കേരളത്തിലെ ലൈഫ് പദ്ധതി പാർപ്പിടം. പാർപ്പിടം പറഞ്ഞ എന്താ? എന്താ പാർപ്പിടം? വെരി ഗുഡ്. നല്ല കുട്ടികള്. അപ്പൊ കേരളത്തിലെ ലൈഫ് പദ്ധതി കേൾക്കാല്ലേ ഉണ്ണിയെ? ഇല്ല, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഓക്കെ. കേരളത്തിലെ ലൈഫ് പദ്ധതി ഏത് മേഖലയിലെ വികസനമാണ് ലക്ഷ്യമിടുന്നത്? കേരളത്തിലെ ലൈഫ് പദ്ധതി ഏത് മേഖലയിലെ വികസനമാണ് ലക്ഷ്യമിടുന്നത്? ഉത്തരം പാർപ്പിടം. ഇനി അടുത്തത്, ഇനി ചോദ്യം പറയണം. കേരളത്തിലെ ലൈഫ് പദ്ധതി, ലൈഫ് മിഷൻ എന്നൊക്കെ പറയും. കേരളത്തിലെ ലൈഫ് പദ്ധതി ഏത് മേഖലയിലെ? കേരളത്തിലെ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതി ഏത് മേഖലയിലെ വികസനമാണ് ലക്ഷ്യമിടുന്നത്? ഏത് മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി എന്നാണ് ഉദ്ദേശിക്കുന്നത്? പാർപ്പിടം. പാർപ്പിടം പറഞ്ഞ എന്താ നമ്മളിപ്പോ പറഞ്ഞു അല്ലേ? അടുത്തത് ശ്രദ്ധിക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂര്. വെരി ഗുഡ്. നിലമ്പൂരാണ്, അറിയാം. നിലമ്പൂര്. അടുത്തത്, ഒന്നും കൂടി പറയോ? ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം. തേക്ക് കേട്ടോ. കേരളത്തിലാണ് ഉള്ളത്. അതാണ് പറഞ്ഞു തരുന്നത്. കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതാണ് ചോദ്യം. ഉത്തരം നിലമ്പൂർ. നിലമ്പൂര് നമ്മുടെ കേരളത്തിലെ നിലമ്പൂരാണ്. ഇനി അടുത്തത്, കേരളത്തിലെ സമാധാന നഗരം എന്നറിയപ്പെടുന്നത് ഏതാ? അറിയോ? കേരളത്തിലെ സമാധാന നഗരം കോഴിക്കോട്. കേരളത്തിലെ സമാധാന നഗരം കോഴിക്കോട്.
എന്നിട്ട് ഇനി അടുത്തത് നമ്മുടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞൊരു വനിത ഉണ്ട്. ആരായിരുന്നു? സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞൊരു വനിത, ഒരു വ്യക്തിയുണ്ട്. മലാല യൂസഫ് സായി കേട്ടിട്ടുണ്ട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. ഉത്തരം മലാല യൂസഫ് സായി. ടീച്ചർ ഒന്നുകൂടി പറയൂ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഒരു നമ്മുടെ പ്രായം കുറഞ്ഞൊരു വ്യക്തി. അതാരാന്നാണ് ചോദ്യം. മലാല യൂസഫ് സായി ആണ് ഉത്തരം. ഇനി അടുത്തത്, കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ഇതാരുടെ ഒരു ആത്മകഥയാണ്? കല്ലേൻ പൊക്കുടൻ. വെരി ഗുഡ്. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ഇത് ആരുടെ ആത്മകഥ? ഉത്തരം കല്ലേൻ പൊക്കുടൻ. ടീച്ചർ ഒന്നുകൂടി പറയൂ ഉത്തരം. കല്ലേൻ പൊക്കുടൻ. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ഇത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? നമുക്കറിയുന്ന കാര്യം. ഡോക്ടർ വി നാരായണൻ ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ. ടൈമായി. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറെ കാര്യം ഒന്നും കൂടി പറയാണ്. ടൈം കഴിയാറായി. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മക്കളെ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്ക് കിട്ടുന്നിടത്തോളം മാക്സിമം നിങ്ങൾ GK ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാനേ ടീച്ചേഴ്സിന് ഇത് എത്തിക്കാനുള്ളത് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഏത് ക്വസ്റ്റ്യനാ പോനോ? കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ഇതാണോ? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എഴുതിയോ? ഡോക്ടർ വി നാരായണൻ. അപ്പൊ 1 മണിക്കൂർ കൊണ്ടൊന്നും നമുക്കിത് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ ഭാഗത്തും നമുക്ക് ആനുകാലിക പ്രസക്തി